ഹായ് മക്കളെ, ഈ വീഡിയോ കാണുന്ന മക്കള് പെട്ടെന്ന് തന്നെ 9ാം ക്ലാസ് പഠിക്കുന്ന മക്കൾക്ക് വീഡിയോ ഷെയർ ആക്കി കൊടുക്കുക. കാരണം ഒരൊറ്റ കാരണമാണ്, നിങ്ങൾക്ക് ഇനി എക്സാമിന് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ, അത് മനസ്സിലാക്കി വെക്കുക. മിഥില മിസ്സേ, എത്ര ദിവസമാണ് ഇനി ഇവർക്കുള്ള എക്സാം ഡേറ്റ്? നമ്മൾ വിചാരിക്കും സ്കൂൾ തുറന്നതല്ലേ ഉള്ളൂ, ഇനി കുറേ സമയമുണ്ടെന്ന്. പക്ഷെ മക്കളെ, ശരിക്കും അങ്ങനെയല്ല. ഇനി കൃത്യമായി പറഞ്ഞാൽ ഏകദേശം ഒരു 1.5 മാസത്തോളം സമയം മാത്രമാണ് ഓണപരീക്ഷയ്ക്ക് നമ്മുടെ മുൻപിലുള്ളത്. അഥവാ മക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ 1.5 മാസം ഉണ്ടെന്ന് നിങ്ങൾ പറയാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഒരു കാര്യം പറഞ്ഞുതരാം, ഈ ഒരു മാസത്തിൽ 15 ദിവസം, അത് പകുതി ദിവസം കഴിഞ്ഞിട്ടുണ്ട്. മക്കളെ, നിങ്ങൾ എന്തായിരിക്കും ചെയ്തത്? ഇവരെപ്പോഴും ആ ഒരു വെക്കേഷന്റെ മൂഡിൽ തന്നെ ആയിരിക്കും. ഇന്നലെ ഒരു മെസ്സേജ് വന്നു, ഒരു കുട്ടിയുണ്ട്, മിസ്സേ ഞാൻ ജൂലൈയിലൊക്കെ തുടങ്ങിയാൽ പോരെ, ജൂലൈ പകുതി ആകുമ്പോൾ തുടങ്ങിയാൽ പോരെ, ടൈം ഉണ്ടല്ലോ, ഓണം എക്സാം കുറച്ച് കഴിഞ്ഞ് സെപ്റ്റംബറിലല്ലേ ഓണം വരുന്നത്, അപ്പോൾ അപ്പോഴല്ലേ എക്സാം എന്ന് ആലോചിക്കുന്നുണ്ടാവും. മക്കളെ, മനസ്സിലാക്കി വെക്കുക, കൃത്യമായിട്ട് പറയാണ്, ഇനി നിങ്ങൾക്ക് എക്സാമിനുള്ളത് വെറും 60 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കൃത്യമായി പറഞ്ഞാൽ 60. അതിൽ സാറ്റർഡേ സൺഡേ ഒക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ദിവസം ഉണ്ടാവില്ല. മക്കളെ, ഒരു കാര്യം ആലോചിച്ച് നോക്കുക, 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഏറ്റവും ടഫ് സബ്ജക്ട് പഠിക്കേണ്ടത് ഏത് ക്ലാസ്സിലാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, 9ാം സ്റ്റാൻഡേർഡിലാണ്, 9th സ്റ്റാൻഡേർഡിലാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിനെ പോലെയാണ് ഈ പ്രാവശ്യത്തെ എക്സാം എന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുകയാണെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യത്തെ മക്കൾക്ക് ബുക്ക് ഇറങ്ങിയിട്ടുള്ള മിസ്, ആ സമയത്ത് ടോപ്പിക്ക് തന്നെ അവർ ചുരുക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം സോഷ്യലൊക്കെ ആണെങ്കിൽ 6 ചാപ്റ്ററിന്റെ പകുതി വരെ പഠിച്ചാൽ മതി, ആ മാറിയിട്ടുണ്ടായിരുന്നു. ഈ കെമിസ്ട്രിയിൽ അതേപോലെ 2 ചാപ്റ്റർ കുറച്ച് ടോപ്പിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പഠിക്കാനായി. പക്ഷേ ഓഗസ്റ്റ് 20ാം തീയതി വരുന്ന എക്സാമിലേക്ക് നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൽ മാത്രം പഠിക്കാനുള്ളത് 8 ചാപ്റ്ററുകളാണ്. 8 ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 100ഓളം പേജസ് ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് ഒരു സബ്ജക്റ്റിന്റെ മാത്രം കാര്യമാണ്. ഇതേപോലെ മാത്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ഹിന്ദി ഉണ്ട്, മലയാളം ഉണ്ട്, അല്ലെ, എല്ലാ സബ്ജക്റ്റുകളും വരുമ്പോൾ എത്രത്തോളം പഠിക്കാൻ നമ്മുടെ മുൻപിൽ ഉണ്ടാവും എന്നുള്ള കാര്യം എൻ്റെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ച് നോക്കിക്കേ. പിന്നെ കഴിഞ്ഞ കൊല്ലം സിലബസ് മാറി വന്നതുകൊണ്ട് തന്നെ ഓണപരീക്ഷയ്ക്കൊക്കെ കമ്പാരിറ്റീവ്ലി ഒരു പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. പക്ഷെ ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല. കാരണമുള്ളൂ മക്കളെ, അടുത്ത വർഷം അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം, ഓരോ വർഷം വരുന്നതനുസരിച്ച് നമ്മളെ എക്സാമിൽ അല്ലെങ്കിൽ നമ്മുടെ എക്സാം പേപ്പേഴ്സിൽ മാറ്റം വരാൻ വേണ്ടി പോകാം. ഒരു കാര്യം കേട്ടതാണ്, ഈ പ്രാവശ്യത്തെ ക്ലസ്റ്റർ മീറ്റിംഗിലൊക്കെ അവർ ചർച്ച ചെയ്തതാണ്, ഈ പ്രാവശ്യത്തെ എക്സാം പേപ്പർ ഇറങ്ങുന്ന സമയത്ത് കഴിഞ്ഞ വർഷമൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് 40%, എല്ലാവർക്കും എഴുതാൻ പറ്റിയ ക്വസ്റ്റ്യൻ 50%, ബാക്കി 10% ടഫ് ഉണ്ടായിരുന്നു. പക്ഷേ മക്കൾ, ഈ പ്രാവശ്യം അത് മാറ്റിയിരിക്കുകയാണ്, 30% എല്ലാവർക്കും എഴുതാൻ പറ്റിയ രീതിയിലേക്ക് മാറാണ്. അഥവാ ഒരു 24 മാർക്ക്, 80ന്റെ പേപ്പർ ആണെങ്കിൽ ഒരു 24 പാസ്സാവാനുള്ള മാർക്ക് എല്ലാവർക്കും കിട്ടും. മാത്രമല്ല 30% കഴിഞ്ഞാൽ 40% നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. ആ രീതിയിൽ ഒരു B+ വരെ എല്ലാ മക്കളും കിട്ടും. അതല്ല ഇനി വരാൻ പോകുന്നത്, 30% ബാക്കിയുള്ളതുണ്ട്, 70 കഴിഞ്ഞ് 30 ഉണ്ടല്ലോ, അത് പഠിച്ച് അടിപൊളിയായിട്ടുള്ള A+ ലെവൽ ക്വസ്റ്റ്യൻ, കോൺസെപ്റ്റുകൾ അത്ര ക്ലിയർ ആയി പഠിച്ച കുട്ടികൾക്ക് മാത്രം ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും ഈ ഒരു 30%. അപ്പൊ നിങ്ങൾ വിചാരിക്കും 30% അല്ലേ, അത് ഇത്രയേ ഉള്ളൂ. അങ്ങനെയല്ല മക്കളെ, ഓരോ മാർക്കുകളും നമ്മുടെ റിസൾട്ട് നിർണ്ണയിക്കുന്നതിൽ വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടെ ഓർത്തിരുന്നു, നിങ്ങൾ 9ാം ക്ലാസ്സിലേക്ക് കയറിയതിനു ശേഷം ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ഒരു പരീക്ഷയാണ് അല്ലെ. ഞാൻ പറയും മക്കളെ, നിങ്ങൾ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള എക്സാം ആണ് ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. കാരണം നിങ്ങൾ സ്കൂളിൽ നിങ്ങൾ 10ാം ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് ബാച്ച് ഡിവൈഡ് ചെയ്തു, നല്ല ബാച്ചിനനുസരിച്ച് മാറ്റും, എല്ലാ സ്കൂളും ചെയ്യുന്നതാണ്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് നോക്കാറുള്ളത് ഈ 9ാം ക്ലാസ്സിലെ എക്സാമിൻ്റെ സമയത്താണ്. അതേപോലെ തന്നെ ഇതിൽ കുറേ ആൾക്കാർ SPC, JRC, സ്കൗട്ട്, NCC അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് എണ്ണത്തിലുണ്ടാവും. നിങ്ങളൊക്കെ ഉണ്ടാവാൻ മതി. മക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്ലാസ്സുകൾ നഷ്ടപ്പെടാൻ പോകുന്ന സമയം ഇപ്പോൾ അറിയോ? ഈ സമയത്ത്. അത് മാത്രമല്ല, നമ്മുടെ കലോത്സവങ്ങൾ വരും, അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് വരും. അപ്പൊ അതിലൊക്കെ എല്ലാ മക്കളും അതിലൊക്കെ ഇൻവോൾവ് ആകുന്ന, ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മറ്റൊരു കോമ്പറ്റീഷന് ഇൻവോൾവ് ആകുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പൊ നമ്മുടെ മുൻപിലുള്ളത് ശരിക്കും പറഞ്ഞാൽ വളരെ കുറച്ച് സമയമാണ്. ആ കുറഞ്ഞ സമയത്തെ കൃത്യമായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല സ്കോറോട് കൂടി എക്സാമിന് പാസ്സാൻ പറ്റുള്ളൂ. മക്കളെ, ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. കുറച്ച് സമയം മാത്രമേ ഉള്ളൂ, ആ സമയത്ത് നമുക്ക് അടിപൊളിയാക്കണം. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക, 7ാം ക്ലാസ്സിൽ നിങ്ങൾ അടിപൊളി മക്കളായിരുന്നു, ഷാറാക്കി പഠിച്ചൊക്കെ എല്ലാത്തിനും A ഗ്രേഡ് ഒക്കെ നേടിയിട്ടുണ്ടാവും. 8ാം ക്ലാസ്സിൽ ആദ്യത്തെ ഓൺ എക്സാം നിങ്ങൾ നേടിയിട്ടുണ്ടാവും. സത്യം പറയടാ, 8ാം ക്ലാസ് ഓൺ എക്സാം കഴിഞ്ഞ് ക്രിസ്മസ് എക്സാമും ആനുവൽ എക്സാമിന് എന്താ എഴുതിയത് നിങ്ങൾ ആലോചിച്ച് നോക്കി. സത്യം പറയും, നിങ്ങളൊന്ന് കമന്റ് ചെയ്യടാ, നിങ്ങൾ 8ാം ക്ലാസ്സിൽ നോക്കുക വേണ്ട. കാരണം എന്താ വെച്ചാൽ റിസൾട്ട് കിട്ടുക പോലും ഇല്ല. അപ്പൊ എന്തായാലും അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം. ആ ഒരു സെറ്റപ്പിൽ നമ്മൾ 9ാം ക്ലാസ്സിൽ പോയി ഓൺ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ മക്കൾ, ഞാൻ പറയുന്നു, നിങ്ങൾ അവിടെ നിന്ന് എന്ത് ചെയ്യും, ഇല്ലാണ്ടാവും. കാരണം ഒരുപാട് മക്കൾ ഞാൻ കണ്ടതാണ്, നമുക്ക് ഒരുപാട് മക്കള് അറിയാം 8ാം ക്ലാസ് വരെ അടിപൊളിയായിട്ട് പഠിച്ച് NMMS വരെ കിട്ടിയ കുട്ടികളുണ്ട്. പക്ഷെ 9ാം ക്ലാസ്സിൽ എന്ത് ചെയ്യും, ഉഴപ്പൊന്നു, ക്ലാസ് ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നു, അവിടെ മാർക്ക് വരുന്നു, അപ്പൊ ഇത് മതി എന്നുള്ള അവസ്ഥയില്ല. പക്ഷെ മക്കളെ, ഈ ഓണ പരീക്ഷയിലായിരിക്കും നിങ്ങളെ എല്ലാവരെയും നിങ്ങളെ അളക്കാൻ പോകുന്നത്. നിങ്ങളുടെ മാർക്ക് എങ്ങനെയാണ് എന്നുള്ളത് അനുസരിച്ചൊക്കെ നിങ്ങളെ വിലയിരുത്താനായിട്ട് തുടങ്ങും. അപ്പൊ നമുക്ക് എന്താണ് സാർ അതിന് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുക? നമുക്ക് പഠിക്കണം, മാർക്ക് വാങ്ങണം. പഠിച്ചാൽ മാത്രം പോരാ, ഈ പഠനം എന്ന് പറയുന്നത് എത്രയോ
ഏറ്റവും ഈസി ആവണം, ഏറ്റവും രസകരമാവണം, ഇൻട്രസ്റ്റിംഗ് ആവണം, നമുക്ക് ബോറടിക്കാൻ പാടില്ല. ശരിയല്ലേ? യെസ്, നമ്മുടെ മുന്നിൽ 60 ദിവസം ഉണ്ട്. 60 ദിവസത്തിനുള്ളിൽ നമുക്ക് കൃത്യമായിട്ട് പഠിക്കണം. ഒരു കാര്യം അറിയാം, നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നാൽ പഠിക്കില്ല, അത് ഉറപ്പാ. കാരണം ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഇരിക്കും, അരമണിക്കൂർ നമ്മൾ ചിന്താതി വേറെ ഇങ്ങോട്ടൊക്കെ പോകാറുണ്ട്. മക്കളെ, ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ നിഞ്ച 2.0 ബാച്ച് തുടങ്ങുകയാണ്. അഥവാ ഇതുവരെ ഒരു ബാച്ച് ഉണ്ട്, അതിൽ ഏകദേശം 10,000 കണക്കിന് മക്കൾ പഠിക്കുന്നുണ്ട്. അതിന് പുറമെ ഈ മക്കളെ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, അടിപൊളിയാക്കി കൊണ്ടുവരണം. കാരണം ഒരുപാട് മക്കൾ ചോദിക്കുന്നുണ്ട്, ആദ്യം മുതൽ ക്ലാസ് കിട്ടുമോ, ആദ്യം മുതൽ ക്ലാസ്. അതെ, റെക്കോർഡഡ് ആയിട്ട് ക്ലാസ് കാണേണ്ട, ഞങ്ങൾക്ക് ലൈവ് ക്ലാസ് തന്നെ വേണം എന്ന് ആവശ്യപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് 2.0 ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണ് ഫെസിലിറ്റീസ്? മക്കളെ, നിങ്ങൾക്ക് ഡെയിലി ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. ഇതിന് പുറമെ റെക്കോർഡഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സുകൾ ഉണ്ടാവും. അവിടെയാണ് ഞാൻ നേരത്തെ സാറ് പറഞ്ഞൊരു പോയിന്റ് കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ SPC അതിനൊക്കെ പോകുന്ന മക്കൾക്ക് ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടാൽ, ഏതെങ്കിലുമൊക്കെ ടോപ്പിക്കുകൾ മിസ്സായാൽ ഒരു പ്രശ്നമില്ല. റെക്കോർഡഡ് ആയിട്ട് ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്ന് കാണാം. ഇനി റെക്കോർഡഡ് ലൈവ് കാണുമ്പോൾ ചിലർക്ക് അത് അത്ര ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പേൾ വീഡിയോസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എല്ലാ ചാപ്റ്ററിന്റെയും കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആപ്പിനുള്ളിൽ ലഭ്യമാണ്. പുറമെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താ അറിയോ, നമ്മൾ ഒരു ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞെങ്കിൽ കുറെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യണം. പക്ഷെ ഒരു വർഷത്തെ പേപ്പർ മാത്രമല്ല, കാരണം കഴിഞ്ഞ വർഷമാണ് ബുക്ക് മാറിയത്. ആ സമയത്ത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അതും പഠിച്ചു പോവാണെങ്കിൽ എന്റെ മക്കൾ അടിപൊളിയാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഓരോ ചാപ്റ്ററിന് ശേഷവും എക്സാം ഉണ്ട്. 2 ചാപ്റ്റർ കഴിയുമ്പോൾ അവർക്ക് എക്സാം, മൊഡ്യൂൾ എക്സാം ഉണ്ട്. ഇനി ഓണപരീക്ഷയ്ക്ക് മുമ്പേ നമ്മൾ സൈലം ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്ത് ഓണപരീക്ഷയുടെ അതേ പാറ്റേണിൽ നിങ്ങളെ കൊണ്ട് എക്സാം എഴുതിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ആൻസർക്ക് ഡിസ്കഷൻ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ എങ്ങനെ വരും, എങ്ങനെ ഉത്തരം എഴുതണം, എങ്ങനെ ടൈം മാനേജ് ചെയ്യണം, ഈ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഉണ്ടാവും. വേറൊരു കാര്യം കൂടെ ഉണ്ട്, ബേസിക് സയൻസ് ഒക്കെ ഒറ്റ പരീക്ഷ എഴുതിയവരായി വരെ. ഞാൻ അങ്ങോട്ടേക്ക് മാറാണ്. 80 മാർക്കിന്റെ എക്സാമുകൾ വരാൻ വേണ്ടി 40 മാർക്കാണെങ്കിൽ 80 മാർക്കിലേക്ക് വരാണ്. മക്കൾ ഒരു കാര്യം, ഈ പ്രാവശ്യം നമ്മൾ നേടും. അത്ര നമ്മൾ നേടും, അത് അടിപൊളിയാക്കി മാറ്റി തരും. ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, വേഗം വിളിക്കാം മക്കളെ. നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ട് കിടിലാക്കി ഞങ്ങൾ പഠിപ്പിച്ചു തരും. മക്കളെ, സമയം വൈകിയിട്ടുണ്ട്, പക്ഷെ വൈകിയത് നമുക്ക് ഓടിപ്പിടിക്കണം. ഓടിപ്പിടിക്കാൻ ഞങ്ങൾ നിങ്ങളെ കൂടി. ഓൾറെഡി കുറെ മക്കള് ഇവരുടെ മുൻപേ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവിടേക്ക് ഓടിയെത്തണം. അതിന് നമ്മൾ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇടണം. ആ എഫേർട്ടൊക്കെ ഞങ്ങൾ ഇട്ടോളാം, നിങ്ങളൊന്ന് കൂടെ നിന്നാൽ മാത്രം മതി. നിങ്ങൾ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക മാത്രമല്ല, അവർ പറയാം, എടാ നമുക്കും പഠിക്കണ്ടേ, നമുക്ക് ഒരുമിച്ച് പഠിക്കണ്ടേ. മക്കളെ, നിങ്ങൾ എല്ലാവരും കൂട്ടി ഇങ്ങോട്ടേക്ക് വാ. ഒരു കാര്യം പറഞ്ഞുതരാം, നിങ്ങൾ 9ാം ക്ലാസ്സിൽ പെടില്ല, നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങി നിങ്ങളെ സ്കൂൾ അടിപൊളിയാക്കും. ഒരു കാര്യം മിസ്സേ, ഈ കലാമേളയിലൊക്കെ നല്ല ഗ്രേഡ് വാങ്ങി, SPCയിലൊക്കെ അടിപൊളിയായി, പക്ഷെ മാർക്ക് ഇല്ലെങ്കിൽ എന്തൊക്കെ അവസ്ഥ? അതെ, മാർക്ക് ഇല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞു അല്ലേ? ഒരു കാര്യം മാർക്ക് എന്ന് പറഞ്ഞതാണ് എല്ലാവരും നോക്കും, അതൊക്കെ ഉണ്ടായിട്ട് നോക്കും. അത് തന്നെ ഓ, അതിനൊക്കെ പോയി മാത്രമേ ഉള്ളൂ, പഠിക്കുന്ന കാര്യത്തിൽ പിന്നോട്ടാണെന്ന് എല്ലാവരും പറയല്ലേ. ഞാനൊക്കെ കേട്ടതാണ്. തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള, അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ ഫീൽഡിലും എക്സൽ ചെയ്ത് നിൽക്കണം. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള എല്ലാ കലാപരിപാടികളിലും നിങ്ങൾ പങ്കെടുക്കണം. അപ്പൊ അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ അക്കാദമിക്സ് മുൻപോട്ട് കൊണ്ടുപോകണം. അക്കാദമിക്സിൽ നിങ്ങൾക്ക് 10 on 10 അല്ല, 100 സപ്പോർട്ടായിട്ട് ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്കറിയാമല്ലോ, ഏറ്റവും അടിപൊളിയായിട്ടുള്ള ടീച്ചേഴ്സ് തന്നെയാണ് നമ്മുടെ നിഞ്ച ബാച്ചിൽ ക്ലാസ്സുകൾ എടുക്കുന്നത്. 10th എടുക്കുന്ന അതേ ടീച്ചേഴ്സ് തന്നെയാണ് 10ാം ക്ലാസ്സിൽ, 9ാം ക്ലാസ്സിൽ. സോ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ അടിപൊളിയായിട്ട് പഠിപ്പിച്ചിരും. സോ നിങ്ങൾക്ക് അറിയാം, ആകെ 3250 രൂപയേ ഉള്ളൂ ഒരു വർഷത്തിന് മൊത്തമായിട്ട് കേട്ടോ. ഒരു വർഷത്തേക്ക് മുഴുവനായിട്ട്. അത് കഴിഞ്ഞ ദിവസമൊക്കെ കുറെ പേര് എന്നെ വിളിച്ചിട്ട് ഒരു മാസത്തേക്കുള്ള ഫീസ് അല്ലേ ഇതെന്നാ ചോദിക്കുന്നത്. അപ്പൊ പലർക്കും തെറ്റിദ്ധാരണ വരാറുണ്ട്. മക്കളെ, ഒരു വർഷത്തേക്ക് മുഴുവനായിട്ടുള്ള ഒരു ഫീസാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു പെരുന്നാളിന് അല്ലെങ്കിൽ ഒരു വിഷുവിന് നിങ്ങൾക്ക് കൈനീട്ടം കിട്ടുന്ന പൈസ എടുത്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫീസ് കൊടുക്കാവുന്നതേ ഉള്ളൂ. ചെറിയൊരു പൈസയാണ്. എല്ലാ മക്കളും എന്ത് ചെയ്യുക, ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, വേഗം തന്നെ വിളിക്കുക. കാരണം ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സമയമില്ല, വേഗരുത്. നമുക്ക് അടിപൊളിയാക്കണം, ഉഷാറാക്കണം, എല്ലാം നമുക്ക് കൂടെ കൊണ്ടുപോകണം. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്, വെൽക്കം ടു നിഞ്ച.